ഈ കാണുന്ന മിറ്റമാണ് നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ മാത്രമല്ല 2 രീതിയിലാണ് നമ്മളിവിടെ ഇത് സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഗ്രാസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതും, പിന്നെ കാറ് കിടക്കുന്ന പോർഷൻ്റെ ഭാഗത്തായിട്ട് ഗ്രാസ് ഇല്ലാതെ ജസ്റ്റ് ടൈല് മാത്രമായിട്ടാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒന്ന് കാറ് പലതവണ കയറി ഇറങ്ങി ടയറൊക്കെ തിരിക്കുന്ന സമയത്ത് ഡാമേജ് ആകുകയും പിന്നെ ഈ കാറ് കിടക്കുന്നതുകൊണ്ട് അത് കാര്യമായിട്ട് കാണത്തുമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിനകത്ത് 1-2 പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി ഇവിടെ ചെറിയൊരു ചരിവുണ്ട്. അപ്പോൾ ആ ഗേറ്റ് തുറന്ന് വരുമ്പോഴത്തേക്ക് ഇപ്പം ഇവിടേക്ക് വന്ന് ജസ്റ്റ് തട്ടുന്നത് പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ലെവലാക്കേണ്ടത് ഒരു കാര്യം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ഗേറ്റാണ്. അപ്പോൾ ഇതിന് ഈ സൈഡിലും അങ്ങേ സൈഡിലുമായിട്ട് താഴേക്ക് 2 പ്രൊജക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ടൈല് വരുമ്പോൾ ഈ പ്രൊജക്ഷൻ്റെ ആ ലോക്ക് വരുന്ന ഭാഗത്തായിട്ട് ഒരു ഗ്രൂവ് പോലിട്ട് ആ ടൈലിൻ്റെ ഇടയിൽ കൂടി ഇത് പോകേണ്ടതായിട്ടുമുണ്ട്. അങ്ങനത്തെ 1-2 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സ്ലോപ്പ് ലെവൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയ സ്ലോപ്പ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടൊരു വഴിയും കൂടെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഇത്രയും വർക്കുകളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, അത് മാത്രമല്ല ഇവിടുന്ന് എടുക്കുന്ന മണ്ണുകൾ നമ്മൾ ഈ മൂലയ്ക്കോട്ട് മാറ്റിയിട്ടിട്ട് ഇതുപോലെ ഗ്രാസൊക്കെ ഇടാനായിട്ടുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിന് എന്തൊക്കെ പണികൾ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ വിചാരിക്കാത്ത പേയ്മെൻറ്റ് കൂടുതലായിട്ട് നമ്മൾ വരുന്നത്, ടോട്ടൽ കോസ്റ്റ് എത്രയാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവസാനമേ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പണി നാളെ മുതൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ഈ ചിപ്സ് മൊത്തം മാറ്റുക എന്നുള്ളതാണ്. ഇത് കുറച്ച് വലിപ്പം കൂടിയ ചിപ്സ് ആയതുകൊണ്ട്, അവിടെ ആണെങ്കിലും കംപ്ലീറ്റ് വലിപ്പം കൂടിയ ചിപ്സ് ആയതുകൊണ്ട് ഈ ചിപ്സ് മൊത്തം റിമൂവ് ചെയ്യണം. ഇവിടുന്ന് റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പുതിയ ചിപ്സ് കൊണ്ടുവന്നിട്ട് അത് ലെവലാക്കും. ഏറ്റവും ചെറിയ 4 ഇഞ്ചിൻ്റെ ചിപ്സ് മാത്രമേ ഇവിടെ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കാണുന്ന ഏരിയയിലുള്ള ഫുൾ ചിപ്സും മാറ്റാനാണ്. അതെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം പുതിയ ചിപ്സ് ഇടാനായിട്ട്. അപ്പം ഭാവിയിൽ ഇൻ്റർലോക്ക് ടൈലിടാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ 4 ഇഞ്ച് ചിപ്സിന് മേളിലോട്ടൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് പ്രയോജനം കിട്ടത്തില്ല, നമ്മളത് മാറ്റേണ്ടി വരും. സോ അത് കൂടെയൊക്കെ കണ്ട് നിങ്ങൾ മിറ്റം ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കുക. ഇവിടം വരെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗങ്ങൾ ഫുൾ ലെവൽ ചെയ്ത് ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ ആണെങ്കിൽ പോലും ആ 3 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ ലെവലിംഗ് ഒക്കെ ഇട്ടേക്കുന്നത്. ഇനിയിപ്പോൾ കട്ടയിട്ട് വരുമ്പോൾ ഒരു ഒറ്റ സ്ട്രൈറ്റിൽ ഇങ്ങനെ അങ്ങ് പൊക്കോളും. പിന്നെ ഇവിടെ വഴി ഉണ്ടാക്കാനായിട്ടുള്ള ഭാഗവും ഇവിടെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് അങ്ങോട്ട് പോകുന്ന പോലെയാണ് ഒരു വഴി സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്ത് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. പണി നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. അവർ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം ഈ ടൈല് ഗ്രാസ് ഇടുന്നതിൻ്റെ ഭാഗത്തൊക്കെ നടുക്ക് സിമെൻറ്റ് തേക്കും. ആ സിമെൻറ്റിൻ്റെ മേളിലാണ് ഗ്രാസ് വെച്ച് ആണിയടിച്ച് സെറ്റ് ചെയ്യുന്നത്. ഗ്രാസ് വെക്കാത്ത ഭാഗത്ത് നേരെ ഡയറക്റ്റ് കട്ടകൾ അടുപ്പിച്ചടുപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇടയ്ക്കൊരു പണി കിട്ടിയായിരുന്നു. കുറച്ച് നടപ്പാതയുടെ 2 സൈഡിലും മാത്രമേ ഗ്രാസ് വെക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് നടുക്ക് അടുപ്പിച്ചാണ് അവർ വെച്ചത്. പക്ഷേ അത് പറഞ്ഞപ്പോൾ തന്നെ അവർ കംപ്ലീറ്റ് വീണ്ടും അകത്തി നടുക്കൂടെ ഗ്രാസ് വെക്കുന്നത് പോലെ സെറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സെറ്റ് ചെയ്ത് തന്നു. യാതൊരു എതിർപ്പും പറഞ്ഞില്ല. എല്ലാം വളരെ സെറ്റായിട്ട് തന്നെ ചെയ്തു തരുന്നുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് മൂലേത്ര മാർബിൾസ് എന്ന് പറഞ്ഞിട്ട് റാന്നിയിലുള്ള ടൈൽ വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. വർഷങ്ങളായിട്ട് നിൽക്കുന്നതാണ്. എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ്. നമ്മൾ ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഈ മൂലേത്ര മാർബിൾസിൻ്റെ അവരുടെ പുതിയ വീടിൻ്റെ മുറ്റത്തിട്ടാണ് അവരുടെ വണ്ടി നമ്മൾ റിവ്യൂ ചെയ്തത്. അന്ന് വണ്ടിയേക്കാളും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരുന്നത് അവരുടെ വീടിനെക്കുറിച്ചും വീടിൻ്റെ മുറ്റത്തിനെക്കുറിച്ചും ഒക്കെ ആയിരുന്നു. അങ്ങനെ 3ാമത്തെ ദിവസം അവസാനമായപ്പോഴത്തേക്ക് ഏകദേശം ഈ രീതിയിലാണ് നമ്മുടെ പണി നിൽക്കുന്നത്. ഇവിടുത്തെ സിമെൻറ്റ് വർക്കുകളും ടൈൽ വർക്കുകളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വേണ്ടത് നമുക്ക് പോളിഷ് ചെയ്യുക, പിന്നെ ഇവിടെ ഗ്രാസ് ഒട്ടിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വഴിയിൽ. ഇവിടുത്തെ വർക്കാണെങ്കിലും ഇവിടെ നമ്മൾ ഗ്രാസ് ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ട് ഈ രീതിയിൽ ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. നടുക്കിനി ഇപ്പോൾ ഇവിടെ ഇത് കംപ്ലീറ്റ് പോളിഷ് ചെയ്യണം, പിന്നെ ഇതിൻ്റെ അവിടെ ഗ്രാസ് ഇടണം എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ 4 മൂലയ്ക്കുമെല്ലാം സിമെൻ്റ് ഇട്ട് ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ചെയ്യാനുള്ളൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ടയർ സ്റ്റോപ്പറാണ്. ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി വന്ന് നിൽക്കുമ്പോൾ ടയർ ഇതേ മുട്ടി നിൽക്കാനായിട്ടാണ്. ഇതിനകത്ത് വെക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1.5 ഇഞ്ച് ഹൈറ്റിൽ ഇതിങ്ങനെ പൊങ്ങി നിൽക്കും. ഇങ്ങനെ ഒരു സാധനമാണ്. ഇതും കൂടെ പോളിഷ് ചെയ്ത് വെച്ചാൽ ഈ ടൈലിൻ്റെ അതേ കളറിൽ തന്നെ നിൽക്കും. അതിവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു പോർഷൻ ഇവിടെ, മറ്റൊരു പോർഷൻ അവിടെയും കൊടുത്താൽ ഓരോ വണ്ടിയുടെ ഓരോ ടയറിൽ നിൽക്കുന്ന പോലെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. 2 ടയറും വന്ന് മുട്ടി നിൽക്കുന്ന ഭാഗത്ത് വേണമെങ്കിൽ ചെയ്യാം, ഒരു ടയറിൻ്റെ അവിടെയെങ്കിലും ചെയ്യാം. എല്ലാം കൂടെ നിരത്തി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഒരെണ്ണോ ഇവിടെ ഒരെണ്ണോ മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ വണ്ടി നേരെ മുന്നോട്ട് പോയി അവിടെ ഇടിക്കാതെ ഇതിൽ തട്ടി നിന്നോളും. ഇനിയിപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെയും ആ ഭാഗം വരെ ടൈലിട്ടിട്ടുണ്ട്.
അതിൻ്റെ ഇടയ്ക്കുള്ള ഈ പറയുന്ന സിമെൻറ്റും കാര്യങ്ങളുമെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടം വരെ നമ്മൾ സിമെൻറ്റ് ഫില്ലിങ് കഴിഞ്ഞു. ഇനി ബാക്കി അങ്ങോട്ട് ടൈം കിട്ടിയിട്ടില്ല. അവിടുന്ന് ആ ഒരു ഭാഗം വരെ നമുക്ക് ടൈലിടാനുണ്ട്. അവിടെ സിമെൻറ്റും കൂടെ ഇടയ്ക്ക് ഫില്ല് ചെയ്ത് താഴത്തെ ഭാഗം കോൺക്രീറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പണി തീരും. ഇനി ഇവിടുത്തെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ലോക്കിൻ്റെ മെക്കാനിസത്തിന് അവിടെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ സൈഡിലും ആ സൈഡിലും അതും ഒരു സ്റ്റോപ്പറാണ്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വളച്ച് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് കുറച്ച് ക്രിട്ടിക്കലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നാളെ സൺഡേ ആയതുകൊണ്ട് പറ്റിയാൽ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ തിങ്കളാഴ്ച വന്ന് ഇത് പൂർത്തിയാക്കി തരാമെന്ന് പറഞ്ഞു. സോ ഈ പണി കഴിഞ്ഞാൽ അടുത്ത ടീം വന്ന് ഇത് പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടീം വന്ന് ഇവിടെ ഗ്രാസ് ഇടും. ബാക്കി ഇവിടെ നമ്മൾ പെബിൾസ് ഇടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മുതൽ അവിടം വരെ അവിടെയും ഒരു സ്റ്റോപ്പർ വെച്ച് ക്ലീൻ ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് ഇത്രയും ഭാഗം പെബിൾസ് ഇട്ട് കവർ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ബാക്കി ഇവിടെ ചിപ്സ് ഇട്ടങ്ങ് ക്ലിയർ ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നല്ലൊരു പണിയുണ്ട്. എടുത്തിട്ട ചിപ്സ് എല്ലാം ഭയങ്കര ഹൈറ്റിലാണ് കിടക്കുന്നത്. അതെല്ലാം നമുക്ക് മാറ്റണം. പിന്നെ ഈ ഭാഗത്തും ഇവിടെ ഈ രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇത് നമുക്ക് മാറ്റിയിട്ട് ഈ കാണുന്ന ഗ്രാസ് പോലെ തന്നെ ഇവിടെയും കൂടെ ഗ്രാസ് ഇട്ട് ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാസ് വരുന്ന പോലെ ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട്. അതെന്താവുമെന്നൊന്നും അറിയത്തില്ല. ഏതായാലും നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കാറിൻ്റെ ടയർ വന്ന് മുട്ടി നിൽക്കാനുള്ള സ്റ്റോപ്പർ അവിടെ വെക്കാനൊരു തീരുമാനം ഉണ്ടായിരുന്നത്. നമ്മളത് വേണ്ടാന്ന് വെച്ചു. കാരണം നമ്മൾ നടന്നു പോകുന്ന സമയത്ത് അറിയാതെ കാലതെ തട്ടി വീഴാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആ ഡിസ്പ്ലേക്ക് വെച്ച സമയത്ത് തന്നെ അത് തട്ടി വീഴാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു. പകരം അത് സൈഡിലേക്കാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ബേസിക് പണികളൊക്കെ കഴിഞ്ഞ് ഈ പരുവത്തിലായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഇത് പോളിഷ് ചെയ്യാനുണ്ട്. ഇതും പോളിഷ് ചെയ്യാനുണ്ട്. അവിടെയും പോളിഷ് ചെയ്യണം. പിന്നെ ഇത്രയും ഭാഗത്ത് ഇവിടെയും അവിടെയും ഗ്രാസും കൂടെ വെക്കണം. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിയും. ഈ രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ കൂടെ നമുക്ക് ഗ്രാസ് ഇടാനുണ്ട്. അതിനിടയ്ക്ക് ചെറിയൊരു പണി കിട്ടി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓട്ടോമാറ്റിക് ഗേറ്റ് വെക്കാനായിട്ട് ഇവിടെ നമ്മൾ ചെറിയൊരു ഗ്രൂവ് പോലെ ഇട്ടിരുന്നല്ലോ. ഇപ്പോൾ അതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കിഴുത്തകൾ ഡ്രില്ല് ചെയ്തിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ പണിയും കൂടെ ഉണ്ട്. ഇവിടെ ഇട്ടിരിക്കുന്നത് പോലെ തന്നെ ഗ്രാസ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുക്കണം. ഇവിടെ നേരത്തെ ഗ്രാസ് ഇതുപോലെ അടിയിൽ മാറ്റോ ഒന്നും ഇടാതെയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഷീറ്റോ കവറോ ചാക്കോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അത് കാരണം ഇതിൻ്റെ മേളിൽ ഇങ്ങനെ പുല്ല് കിളുത്ത് വരുന്നുണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് അവിടെ ഷീറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ ഇടണം. എന്നിട്ട് അതിൻ്റെ മേളിൽ വേണം ഇനിയിപ്പോൾ ഗ്രാസ് ഇടാൻ. അത് ഇതുപോലെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നേരത്തെ 2 പടിയായിട്ടൊക്കെ ഇരുന്നതാണ്. ഇവിടെ ഇപ്പോൾ കുറേ ചിപ്സൊക്കെ എടുത്തിട്ടു. ഇനിയിപ്പോൾ അതൊന്ന് ലെവലാക്കിയിട്ട് ഇവിടെ കൂടെ കംപ്ലീറ്റ് ഗ്രാസ് ഇടണം. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിയും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പരിപാടിയാണ്. ആദ്യം ഇവിടെ നിന്ന് ഡ്രില്ല് ചെയ്തിട്ട് ഈ ഒരു പരിപാടി ചെയ്ത് നോക്കണം. ഡ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ അറിയാം എത്രയാവുമെന്ന്. എനിക്ക് തോന്നുന്നില്ല പെട്ടെന്നൊന്നും വെള്ളം പോകുമെന്ന്. എന്നാലും കുറച്ച് ഇച്ചിരൂടെ വേഗത്തിൽ വെള്ളം പോയേക്കും. അങ്ങനെ അവസാനം നമ്മളുടെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ഗ്രാസ് ഇട്ടു. ഈ സംഭവം പോളിഷും ചെയ്തു. കംപ്ലീറ്റ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് ഗ്രാസ് ഇട്ടിട്ടില്ല. ഇവിടെ ഇൻ്റർലോക്ക് പോലെ തന്നെ സെറ്റ് ചെയ്തേക്കാണ്. അതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിൽ മാത്രം ഒരു ഗ്രാസ് ഇട്ടിട്ടുണ്ട്. രണ്ട് സൈഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ കാണുന്ന ഭാഗം മാത്രം ഗ്രാസ് വരുന്ന പോലെ ഈ സൈഡിലും ഗ്രാസ് ഇല്ലാതെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്ന പോർഷന് വെളിയിലേക്കുള്ള ഭാഗം അവിടെ ഫുൾ നമ്മൾ വേറൊരു കളർ കൊടുത്തുകൊണ്ട് ഗ്രാസ് ഇട്ടിട്ടുണ്ട്. അത് വെളിയിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഇതിനകത്ത് കുറേ ഹോളുകളൊക്കെ ഇട്ടതുകൊണ്ട് ഡ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ വലിയ വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. കുറേയൊക്കെ ഒരു 2-3 മിനിറ്റിനുള്ളിൽ വെള്ളമൊക്കെ അങ്ങ് മാറിക്കോളും. വെളിയിലിങ്ങനെ സൈഡിൽ കോൺക്രീറ്റും കൂടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് പ്രോപ്പറായിട്ട് ഇപ്പം റോഡിലേക്ക് ഇറങ്ങി പോകാനും പറ്റുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് വണ്ടി ഇപ്പോൾ കയറി പോകുന്നുമുണ്ട്. ഈ രീതിയിലാണ് വരുന്നത്. നടപ്പാതയും ഇതുപോലെ തന്നെ അങ്ങോട്ട് ഗ്രാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇവിടെ നമ്മളൊരു ബോർഡർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിവിടെയും ഈ ഭാഗത്തും കൂടെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പെബിൾസ് ഇടാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സൈഡിൽ ഇങ്ങനെ പെബിൾസ് വരുന്നത് പോലെ. അപ്പോൾ അവിടെ ക്ലീനാക്കി ഇപ്പം നിലവിലിട്ടേക്കാണ്. പിന്നെ മാത്രമല്ല ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ചെറിയൊരു സ്റ്റെപ്പ് പോലെ ഉണ്ടായിരുന്ന ഭാഗമൊക്കെ മാറ്റി നമ്മളിപ്പോൾ അവിടെ കംപ്ലീറ്റ് ഗ്രാസ് ഇട്ടു. ഇതിപ്പം ഈ രീതിയിൽ ഇങ്ങനെ കംപ്ലീറ്റ് ഗ്രാസ് വരുന്നത് പോലെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ലുക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഇതിന് മൊത്തത്തിൽ എത്രയാണ് ചിലവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് രണ്ട് രീതിയിലാണ് വരുന്നത്. അതായത് ഇതിൻ്റെ ടൈലിന് വലിപ്പം അനുസരിച്ചുണ്ട്. 1/1 ടൈലുണ്ട്, 1.5x1 എന്ന് പറയുന്ന ടൈലുണ്ട്, 2x2 ടൈലുണ്ട്. അങ്ങനെ ടൈലിൻ്റെ സൈസ് അനുസരിച്ച് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് കൂടുകയും ചെയ്യും. വലിപ്പമുള്ള ടൈലാണ് എന്നുണ്ടെങ്കിൽ അതിന് റേറ്റ് കുറച്ചുകൂടെ കൂടുതലാണ്. കാരണം വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതിൻ്റെ വെയിറ്റ് ഉള്ള ടൈലായതുകൊണ്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് കൂടും. വലിപ്പം കുറവുള്ള ടൈലാണ് എന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ റേറ്റ് കുറവായിരിക്കും. രണ്ട് രീതിയിലാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതായത് വലിപ്പം കുറവുള്ള ടൈലിൽ ഗ്രാസ് ഇല്ലാതെയാണ് ചെയ്തേക്കുന്നത്. അതിന് 85 റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. വലിപ്പമുള്ള ടൈലിൻ്റെ ഇടയിലാണ് നമ്മൾ ഗ്രാസ് ഇട്ടേക്കുന്നത്. അതിന് ഗ്രാസും കൂടെ ഉള്ള വലിപ്പമുള്ള ടൈലിന് 115 റുപ്പീസാണ് പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വന്നത്. ഇത് നമ്മൾ ടൈലിടുന്നതിൻ്റെ ഭാഗത്തുള്ള ചിപ്സ് ഇറക്കുന്നതിന് വില വേറെ ഇല്ല. അത് ഇതിൻ്റെ കൂട്ടത്തിലാണ്. നമ്മൾ അഡീഷണൽ ചിപ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിന് റേറ്റ് വരുന്നത്. ടൈലിടുന്ന എത്ര സ്ക്വയർ ഫീറ്റാണോ അത്രയും ഭാഗത്തിന് വർക്ക് ചെയ്യുന്നതിനും ചിപ്സ് ഇടുന്നതിനും ടൈലിടുന്നതിനും ഗ്രാസ് ഇടുന്നതിനും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ടാണ് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിട്ട് പറയുന്നത്. ഇനി ഇതുപോലെ നമ്മൾ ചെറിയ ടൈലിനാണ് ഗ്രാസ് ഇടുന്നതെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറച്ചുകൂടെ കുറയും. പിന്നെ മൊത്തത്തിലുള്ള ഏരിയ അത് നോക്കിയിട്ട് ടോട്ടലി സ്ക്വയർ ഫീറ്റ് കുറച്ച് കുറയുകയും ചെയ്യും. ഇതെല്ലാം കൂടെ ടോട്ടൽ കഴിഞ്ഞ് കുറച്ച് ഡിസ്കൗണ്ട് കൊണ്ട് എനിക്ക് തരികയും ചെയ്തു. അപ്പോൾ എന്തായാലും മുല്ലത്ര മാർബിൾസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങളുടെ വർക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ച് എസ്റ്റിമേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വർക്ക് കൊടുക്കാവുന്നതാണ്. സോ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ചെക്ക് ചെയ്ത് നോക്കാം.